ഉണ്ണിമൂന്നിലെ കേന്ദ്ര കഥാപാത്രമാക്കി ഹനീഫ് അദീനെ അണിയിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രം മാർക്കോ എന്ന് പറയുന്ന സിനിമ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ചിത്രം ഡിസംബർ മാസം 20-ാം തീയതിയാണ് തിയേറ്ററിലെത്തുന്നത്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ പ്രീമിയർ ഷോകളൊക്കെ കഴിയുമ്പോൾ ഗംഭീര അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് മാർക്കോ എന്ന് പറയുന്ന സിനിമയുടെ പ്രീമിയർ ഷോ റിവ്യൂകളാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണ് പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച് ഹനീഫ് അദീനെ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന മലയാള ചിത്രമാണ് മാർക്കോ എന്ന് പറയുന്ന സിനിമ. മലയാളത്തിലെ ഏറ്റവും വയലന്റ് ഫിലിം എന്ന് പറയുന്ന ലേബലിലാണ് ചിത്രം എത്താൻ പോകുന്നത്. എന്തൊക്കെയാണ് ചിത്രത്തിൻ്റെതായിട്ട് പുറത്തുവന്ന ട്രെയിലറിനും ടീസറിനും വലിയൊരു അഭിപ്രായം നേടിയെടുക്കാൻ സാധിച്ചുകൊണ്ട് തന്നെ ഈ ഒരു ക്രിസ്മസ് കാലത്ത് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ തിയേറ്ററിനായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ചിത്രമായിട്ട് മാർക്കോ മാറിയിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് ചിത്രത്തിന്റെ ലിസ്റ്റ് ഇടം പിടിക്കാനും മാർക്കോയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് വലിയൊരു തരംഗമായിട്ട് മാറുമ്പോഴാണ് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ പ്രീമിയർ ഷോ റിവ്യൂകളെല്ലാം തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ചിത്രത്തിന്റെ പ്രിവ്യൂ കണ്ട അണിയറ പ്രവർത്തകരെല്ലാം തന്നെ ചിത്രത്തിന് വലിയ രീതിയിലുള്ളൊരു പോസിറ്റീവ് അഭിപ്രായങ്ങൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രത്തിൽ ഉണ്ണിമൂന്നിനെ അവതരിപ്പിക്കുന്ന കഥാപാത്രം, അതോടൊപ്പം ജഗദീഷ് അവതരിപ്പിക്കുന്ന കഥാപാത്രം വലിയ രീതിയിൽ ശ്രദ്ധ നേടുന്നു. അതോടൊപ്പം വയലൻസിന്റെ അതിപ്രസരം തന്നെയായിരിക്കും മാർക്കോ എന്ന് പറയുന്ന സിനിമയിൽ കാണാൻ സാധിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്തൊക്കെയാണ് ഈ ഒരു കാര്യം ശരിവെക്കുന്ന രീതിയിലാണ് ജഗദീഷ് നേരത്തെ ഒരു അഭിമുഖത്തിൽ അദ്ദേഹത്തിന്റെ ക്യാരക്ടറിനെ കുറിച്ച് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അത്രത്തോളം അദ്ദേഹത്തിന്റെ ക്യാരക്ടർ കാണുന്ന സിനിമാ പ്രേമികൾക്ക് വെറുപ്പുളവാക്കുന്ന രീതിയിലാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ പ്രിവ്യൂയോടെ പുറത്തു വരുമ്പോൾ ചിത്രത്തിന് ഗംഭീര അഭിപ്രായങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുക. ചിത്രത്തിന്റെ ബുക്കിംഗ് വീണ്ടും ഇരട്ടിയാക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നാളെയാണ് ചിത്രം വേൾഡ് വൈഡ് ആയിട്ട് തിയേറ്ററിലോട്ട് എത്താൻ പോകുന്നത്. നിൽക്കുന്ന ചിത്രം വലിയൊരു വിജയമായിട്ട് മാറണമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഉണ്ണിമൂന്നൻ കേന്ദ്ര കഥാപാത്രത്തെത്തുന്ന മാർക്കോ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ എത്ര പേരാണ് നാളെ തിയേറ്ററിനായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ പങ്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.